അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടീനിയത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെയാണ് അടീനിയം പ്ലാന്റിൽ അതിൻ്റെ സീഡ് കാണപ്പെടുന്നത്. അതിൻ്റെ ഈ ഒരു സീഡിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടുമ്പോഴാണ് നമ്മളത് പ്ലാന്റിൽ നിന്ന് എടുത്ത് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലും ഒരു അപ്പൂപ്പൻ താടി കണക്കത്തുള്ള സാധനം കാണും. അത് രണ്ടും എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ വിത്തെടുക്കുന്നത്, പാവാൻ വേണ്ടി വിത്തെടുക്കുന്നത്. രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല വിത്ത് കിട്ടുന്നുണ്ട്. കാരണം ഒരെണ്ണത്തിൽ തന്നെ നമുക്കൊരു 10-80ഓളം വിത്ത് വരുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല വിത്ത് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു ചട്ടി നിറയെ മണ്ണെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വിത്ത് വിതറി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ അത്യാവശ്യം മണ്ണിട്ട് കൊടുക്കും. മണ്ണെന്ന് പറയുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. അത്യാവശ്യം ആ വിത്ത് മറയുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളവും തളിച്ചിട്ട് നമ്മളത് മുളപ്പിക്കാൻ വേണ്ടി വയ്ക്കും. അത്യാവശ്യം ആരോഗ്യമുള്ള വിത്തുകളാണെങ്കിൽ ഒരു 3-4 ദിവസം ആകുമ്പോൾ തന്നെ അത് മുളച്ച് വരും. ഇതിപ്പോൾ ഒരു 4 ദിവസം നമ്മൾ വിത്ത് പാവിയതിന് ശേഷം ഒരു 4-ാമത്തെ ദിവസം ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത്. നമ്മൾ അത്യാവശ്യം പാവിയ വിത്തുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. 12 ദിവസമായപ്പോൾ നമ്മളെ ചെടി ഇത്രയും വളർന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ തന്നെ നമ്മളതിനെ ഓരോ ചിരട്ടകളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത്തിരി കൂടി സ്ഥലം കിട്ടി നല്ലവണ്ണം വളർന്നു വരാനായിട്ടാണ് നമ്മൾ ചിരട്ടകളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. പിന്നെ ഇത് ചിരട്ടയിൽ നിന്ന് തന്നെ അത്യാവശ്യം കുറച്ചുകൂടെ വലുതായതിനു ശേഷം, അതായത് അതിൻ്റെ കോഡക്സൊക്കെ നല്ല വലുപ്പമായതിനു ശേഷം നമ്മൾ ഓരോ ചട്ടികളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കോഡക്സ് വലുതാകുന്നതനുസരിച്ച് നമ്മൾ ഓരോ ചട്ടികൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ചട്ടികളിൽ നടുമ്പോഴാണ് നമ്മൾ ചാണകപ്പൊടിയും വളമൊക്കെ ചേർത്ത് നടുന്നത്.